നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വളരെയധികം കാലമായി നമ്മൾ ഈ സംസാരിക്കുന്നതാണ്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് അതിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം. മറ്റൊരു രാജ്യത്തായതിനാൽ നയതന്ത്ര ഇടപെടൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു രാജ്യത്തിലെ പ്രതിനിധിക്ക് മാത്രമേ മറ്റൊരു രാജ്യത്തിലെ പ്രതിനിധിയുമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇപ്പോൾ ഈ വധശിക്ഷ പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി അതിലേത് രീതിയിൽ ഇടപെടാമെന്ന കേസ് ഹർജി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായ നിലപാട് അറിയിച്ചിരുന്നു. ഒന്നും ചെയ്യാനില്ല, ഇനി കൂടുതലായി ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ. പാർലമെന്റിലാകട്ടെ ജോൺ ബ്രിട്ടാസ് MP അടക്കം ഈ കാര്യങ്ങൾ ഉന്നയിച്ച് ചോദിച്ചപ്പോഴും ഉള്ള മറുപടി അത്തരത്തിലായിരുന്നു. ഒന്നും ചെയ്യാനില്ല, തുടർന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ അതേ നിലപാട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിലും വ്യക്തമാക്കിയത്. അതിനുശേഷമാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടേത് പോലുള്ള ഇടപെടലുകളൊക്കെ വരുന്നത്, ആ ഇടപെടലുകൾ ഫലം കാണുന്നതും. ഇപ്പോൾ അത് നമ്മൾക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്ന എട്ടുകാലി മമ്മൂഞ്ഞ് വാദവുമായി കേന്ദ്ര സർക്കാർ വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൊക്കെ അത് പ്രചരിപ്പിക്കുന്നുമുണ്ട്. അഭിനിഷ, തീർച്ചയായും ഇന്നായിരുന്നു, അതായത് ഇന്ന് 16-ാം തീയതി ആയിരുന്നു പിന്നെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് ഒരു ഉത്തരവ് നേരത്തെ ഇറങ്ങിയത്. എന്തായാലും ആശ്വാസകരമായി ഇന്നലെ ഈ വധശിക്ഷ നീട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവ് ഇറങ്ങുകയും ഇതിൽ കാന്തപുരം അടക്കമുള്ള നിരവധി ആളുകളുടെ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഈ ഒരു ഇത്തരത്തിലൊരു ഏറ്റവും സുപ്രധാനമായ നിർണായകമായൊരു ഉത്തരവ് ഇത്തരത്തിൽ നമുക്ക് സാധിച്ചെടുക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇതിൽ ഏറെ അഭിമാനകരമാണ്. മലയാളികളെ സംബന്ധിച്ചും കേരളത്തെ സംബന്ധിച്ചും ഏറെ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേന്ദ്ര സർക്കാരാണ് ഈ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഇടപെടേണ്ടതും. നമുക്കറിയാം, ഈ യമനിലടക്കം നേരിട്ടൊരു നയതന്ത്ര ചർച്ച നടക്കില്ല. ഇപ്പോഴേക്ക് പോലും യമനുമായി സൗഹൃദ രാഷ്ട്രങ്ങളായ ഇറാൻ അടക്കമുള്ള മറ്റു പല സൗഹൃദ രാഷ്ട്രങ്ങളുടെയും സഹായം തേടിക്കൊണ്ട് ഒരു ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ടെല്ലാം തന്നെയും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP അടക്കം പാർലമെൻറ്റിൽ നിരവധി തവണ ഈ വിഷയം ഉന്നയിച്ചു. 2022 പോലും 2-3 വർഷം മുമ്പ് പാർലമെൻറ്റിൽ ഈ വിഷയം അന്നും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതുകൂടാതെ 2023 അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അതുകൂടാതെ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് സെഷനിലെല്ലാം തന്നെയും അദ്ദേഹം ഈ വിഷയം ഉയർത്തിയിരുന്നു. അപ്പോഴെല്ലാം തന്നെയും കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നത് ഇത് നിമിഷപ്രിയയുടെ കുടുംബവും ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവും തമ്മിലുള്ള രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വിഷയമാണ് എന്ന കാര്യമായിരുന്നു കേന്ദ്ര സർക്കാർ അന്ന് ഈ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായ കീർത്തി വർദ്ധൻ സിംഗ് അദ്ദേഹം മറുപടി പറഞ്ഞത്. അപ്പോൾ തീർച്ചയായും ഇതിൽ പൂർണ്ണമായും കൈയൊഴിയുന്ന നിലപാടാണ് അന്നും കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ സ്വീകരിച്ചത്. ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സുപ്രീം കോടതിയിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ മുഖേന ഒരു ഹർജി നൽകുകയും ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ഇനിയെങ്കിലും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയപ്പോൾ അവിടെയും സുപ്രീം കോടതിയിൽ അറ്റോർണി ജനറലായ R വെങ്കിട്ടരാമണി നൽകിയ ആ ഒരു നിലപാടെന്ന് പറയുന്നത് ഇതിൽ തീർത്തും പരിമിതിയുണ്ട്. ഈ വിഷയത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിനാവില്ല. അവിടെ ഒരു എംബസി ഇല്ല, അവിടെ കൃത്യമായ നിയമങ്ങളില്ല, കൃത്യമായ ഭരണകൂടമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് രേഖാമൂലം സുപ്രീം കോടതിയെ അറിയിക്കുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടാവുകയും ചെയ്തു. പിന്നീടാണ് കാന്തപുരം AP അബൂബക്കറിനെ പോലുള്ള ആളുകൾ ഇതിലിടപെടുകയും സൂഫി മതപണ്ഡിതന്മാരുടെ എല്ലാം തന്നെയും സഹായത്തോടെ ചർച്ചകൾ നേരിട്ട് ഈ തലാലിൻ്റെ കുടുംബവുമായി നേരിട്ട് ആദ്യമായി ചർച്ച നടത്തുകയും ഇതിൻ്റെ ഭാഗമായി പിന്നീട് ഈ ഒരു വധശിക്ഷ നീട്ടിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ ആശ്വാസകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നതും. എന്നാൽ പിന്നാലെ കാണുന്നത് സംഘപരിവാർ സോഷ്യൽ മീഡിയ ഹാൻഡിലെല്ലാം തന്നെയും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വിജയമാണ്, നരേന്ദ്രമോദിയുടെ വിജയമാണെന്ന രീതിയിൽ പിന്നീട് നേരത്തെ വിനീഷ പറഞ്ഞ പോലെ ഇന്നലെ മുതൽ തന്നെ സംഘപരിവാർ ആരംഭിച്ചിരിക്കുന്നു. ഇന്നലെ അനിൽ ആൻ്റണി, BJPയുടെ നേതാവായ അനിൽ ആൻ്റണി അടക്കം ഇന്നലെ മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട്, ദില്ലിയിൽ മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ ശക്തമായി ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നെല്ലാം തന്നെയും പറയുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഈ അവകാശവാദം ഉന്നയിക്കുമ്പോഴെല്ലാം തന്നെയും പരമോന്നത കോടതിയെ സുപ്രീം കോടതി പോലും 24 മണിക്കൂർ മുമ്പാണ് ഇത്തരത്തിൽ തങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് വ്യക്തമാക്കുകയും സുപ്രീം കോടതി ഇത് വളരെ നിർഭാഗ്യകരമായ കാര്യമാണ്, നല്ലത് സംഭവിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് വെള്ളിയാഴ്ചത്തേക്ക് ഈ ഒരു ഹർജി മാറ്റുകയും ചെയ്തത്. അതായത് എന്തായാലും ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കേരളം ഒന്നാകെ ഒന്നിച്ചു നിൽക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമെല്ലാം തന്നെ നിരവധി തവണ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. അതുകൂടാതെ K രാധാകൃഷ്ണൻ MPയും A റഹീം MP എല്ലാം തന്നെയും പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും കത്തയച്ചു. ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MPയും കഴിഞ്ഞ ദിവസം വിദേശകാര്യമന്ത്രിക്ക് കത്തയച്ചു. അങ്ങനെ നിരവധി തവണ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ MPമാർ പാർലമെൻറ്റിലും വിഷയം ഉന്നയിക്കുകയും അതുകൂടാതെ നിയമ പോരാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല
നിലപാട് ഇതിലൊന്നും ചെയ്യാനില്ല എന്നായിരുന്നു. പക്ഷേ ഒടുവിൽ ഈ ഒരു വധശിക്ഷ നീട്ടി ലഭിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ അതും മോദിയുടെ സർക്കാരിൻ്റെ ഇടപെടലിനെ തുടർന്നാണെന്ന രീതിയിൽ അടിച്ചെടുക്കാനുള്ള ശ്രമം നടത്തിയെന്നുള്ളത് ഏറ്റവും പരിഹാസ്യമാകുന്ന ഒന്നായി ഇന്നലെ മാറിയിരിക്കുന്നു. എന്തായാലും സോഷ്യൽ മീഡിയ അടക്കം സംഘപരിവാർ ഈ ഒരു ക്യാമ്പയിൻ നടത്തുമ്പോൾ അതിനെതിരായി സോഷ്യൽ മീഡിയയിൽ തന്നെ അവർക്ക് കൃത്യമായ മറുപടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതും ഏറെ സന്തോഷകരമായി, അല്ലെങ്കിൽ അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അടക്കമെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നുണ്ട് ഏത് രീതിക്കാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടത്, അല്ലെങ്കിൽ ഏത് രീതിക്കാണ് ഈ വിഷയത്തിൽ കാന്തപുരം പോലുള്ള ആളുകളുടെ ഇടപെടലുകൾ ഉണ്ടായതെന്നെല്ലാം നിലയും അദ്ദേഹവും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ടല്ലോ ഈ ഘട്ടത്തിൽ. കാരണം കഴിഞ്ഞ ദിവസം യമൻ കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പുറത്തുവിട്ടിരുന്നു കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൂടെ. അതിലെ ഡേറ്റ് വരെ അത് തെറ്റായിട്ടാണ്, ഈ ഉത്തരവ് പുറത്തിറങ്ങിയതിൻ്റെ തലേ ദിവസമുള്ള ഡേറ്റാണ് ആ ഇടപെടലിൽ കാണിച്ചിരിക്കുന്നത്, ആ ലെറ്ററിൽ കാണിച്ചിരിക്കുന്നത് എന്നടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇത്തരത്തിലുള്ള ഇടപെടലുകളെക്കുറിച്ച്. ഒരു ഇടപെടലും നടത്താത്ത കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിക്കുന്നവരുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്. കേന്ദ്ര സർക്കാരിന് വേണ്ടി വാദിക്കുന്ന നിരവധി പേർ ഇതിൽ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് നമുക്കറിയാം ഇന്നലെ ഇതുവരെയും ഔദ്യോഗികമായി കേന്ദ്ര സർക്കാർ ഇക്കാലത്തൊരു പ്രസ്താവന ഇറക്കിയിട്ടില്ല എന്നുള്ളത് ഏറെ പ്രധാനമാണ്. ഇന്നലെ ഈ വാർത്ത പുറത്തു വന്ന പിന്നാലെ ഒരു സോഴ്സ്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വൃത്തങ്ങൾ എന്ന രീതിയിലാണ് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എക്സിലൂടെ ഈ കേന്ദ്ര സർക്കാർ കൃത്യമായി ഇടപെടുകയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി എല്ലാം തന്നെ എല്ലാ ദിവസവും ഈ യമൻ ഭരണകൂടവും മറ്റൊക്കെ അവിടെ ബന്ധപ്പെടാറുണ്ടായിരുന്നു എന്നൊക്കെ ഒരു കേന്ദ്ര സർക്കാർ സോഴ്സ് എന്ന രീതിയിലാണ് വാർത്തകൾ പുറത്തുവരികയും അത് ദേശീയ മാധ്യമങ്ങളടക്കം ഇത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തത്. അതിന് പിന്നാലെ ചില ആളുകൾ ഇതിൽ തന്നെ ഇടപെട്ടിട്ടുള്ള ചില ആളുകൾ ഇതിൽ കേന്ദ്ര സർക്കാരിൻ്റെ പൂർണ്ണമായി സഹകരണമുണ്ട് എന്ന രീതിയിലൊക്കെ അവരും വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. അതിന് കൃത്യമായൊരു മറുപടിയാണ് ഇന്നലെ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ഈ ഒരു വിഷയത്തിൽ ആദ്യം മുതൽ അവസാനം വരെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന രീതിയിൽ, കൂടാതെ നിയമ പോരാട്ടത്തിൽ മുൻപന്തിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹവും ഈ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ചില ആളുകൾ കേന്ദ്ര സർക്കാരിന് ഇതിൽ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു. മാത്രമല്ല ഇതിൽ ഈ ഒരു ഓർഡർ നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിക്കൊണ്ടുള്ള ഓർഡർ ഇറങ്ങിയ ഡേറ്റ് പോലും കൃത്രിമത്വമാണെന്ന രീതിയിലെല്ലാം തന്നെയും ചമച്ചുകൊണ്ട് ഇത് നേരത്തെ തന്നെ ഈ ഉത്തരവ് ഉണ്ടായിരുന്നു എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ചില ആളുകൾ വരുന്നതായും അദ്ദേഹം അതിനെ പൂർണ്ണമായും വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരികയും കാന്തപുരം പോലുള്ള ആളുകൾ കൃത്യമായി ഇടപെട്ടപ്പോൾ അദ്ദേഹത്തെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റവും അതുപോലെ തന്നെ ആ രീതിയിലുള്ള പരാമർശവും നടത്തിയതിനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായത്. എന്തായാലും ഇനിയിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാളത്തെ സംബന്ധിച്ച് നിമിഷപ്രിയയുടെ മോചനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഒരു വധശിക്ഷ നീട്ടിവെച്ചത് ഒരു ആശ്വാസകരമാണെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നിമിഷപ്രിയയുടെ മോചനമാണ്. ആ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദിയാദനം സംബന്ധിച്ചും എല്ലാം തന്നെയും അവിടെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ദിയാദനം എന്നതിനപ്പുറമായി ഈ നിമിഷപ്രിയ അല്ലെങ്കിൽ ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബം മാപ്പ് നൽകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിയാദനം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം ഈ കുടുംബം മാപ്പ് നൽകാൻ തയ്യാറാകുക, അവരെ ശരിയത്തും മറ്റ് നിയമം അനുസരിച്ചൊക്കെ ഈ മാപ്പ് നൽകി കഴിഞ്ഞാൽ അത് കാശ് വാങ്ങിക്കാതെ മാപ്പ് നൽകാം, അതിലേക്ക് കാശ് വാങ്ങിക്കൊണ്ട് മാപ്പ് നൽകാം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഇതിലുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒരു കൃത്യമായൊരു ഭരണകൂടമില്ല, അവിടെ ഒരു ഹൂതികളുടെ എല്ലാ നിലയും നിയന്ത്രണത്തിലുള്ള പ്രവേശിയാണ്. അവിടെ ഗോത്ര തലവന്മാരൊക്കെയാണ് അവിടെ ഭരിക്കുന്നതും എല്ലാം നിലയും. അതുകൊണ്ട് കൃത്യമായ ഒരു നെഗോഷ്യബിൾ എല്ലാം നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ്. ഇടപെടലുകൾ എന്തായാലും തുടരുക തന്നെ ചെയ്യും. വധശിക്ഷ നീട്ടിവെച്ചിട്ടേ ഉള്ളൂ നിലവിൽ, അത് റദ്ദാക്കിയിട്ടില്ല, അത് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടില്ല. അതിനാൽ ഈ കൊല്ലപ്പെട്ട യമനിലെ ആ യമനിക്കാരനുമായിട്ടുള്ള അവരുടെ കുടുംബക്കാരുമായിട്ടുള്ള ചർച്ചകളൊക്കെ, ഇടപെടലുകൾ ഇനിയും തുടരാൻ തന്നെയാണ് തീരുമാനം. ഏതായാലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക്, അത് ഒരു പ്രത്യാശ നൽകുന്ന അന്തിമ തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.